ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് കേരള യൂണിവേഴ്സിറ്റിയിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിലെ മോഡ്യൂൾ 4ഉം K2 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിലെ മോഡ്യൂൾ 4ഉം അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ സോയിൽ മെക്കാനിക്സിലെ മോഡ്യൂൾ 4ലെയും സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഈ ടോപ്പിക്ക് എൻ്റെ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എന്താണ്? ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെ സോയിലിന് ഈ ഷിയർ സ്ട്രെസ്, എന്തെങ്കിലും സ്ട്രെസ് എന്ന് പറയുമ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുമ്പം ആ ഏരിയയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് സാധാരണ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഷിയർ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ഷിയർ സ്ട്രെസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ സോയിലിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ സോയിൽ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് എടുക്കുന്ന ആ റെസിസ്റ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് അറിയപ്പെടുന്നത്. ഇൻ കേസ് ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഓർ സോയിൽ മെക്കാനിക്സിൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. ഈ ഷിയർ സ്ട്രെങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഷിയർ സ്ട്രെസ് സോയിലിൽ വരുമ്പോൾ അത് സോയിലിൻ്റെ മാസിൽ നിന്ന് സോയിലിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ ഡിസ്പ്ലേസ് ചെയ്യും ആ ഒരു ഇതിൽ നിന്ന്. അപ്പം എന്ത് ചെയ്യും? ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സോയിലിനെയാണ് നമ്മൾ ഷിയർ ഫെയിലർ ഉണ്ടായെന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഷിയർ ഫെയിലർ. അപ്പം ഈ ഷിയർ സ്ട്രെസ് കാരണം നമ്മളെ സോയിലിലെ മാസിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ട് സോയിൽ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ ഈസ് നോൺ ആസ് എന്താണ്? ഷിയർ സ്ട്രെസ്. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഷിയർ ഫെയിലർ എന്നറിയപ്പെടുന്നത്. എപ്പോഴും നമ്മൾ സോയിലിൻ്റെ സ്ട്രെങ്ത് എന്തോതിനെക്കാട്ടിയും കൂടുതലായിരിക്കണമെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ആ സോയിൽ ഫെയിലർ ചെയ്യാൻ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഷിയർ സ്ട്രെങ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്ന ക്യാപിറ്റൽ എസ്സും ഷിയർ സ്ട്രെസ്സിന് റെപ്രസെൻ്റ് ടോ ആണ്. അപ്പം എസ് ഈസ് ഗ്രേറ്റർ ദാൻ ടോ ടു അവോയ്ഡ് ഷിയർ ഫെയിലർ. വെൻ എ സോയിൽ മാസ് ഈസ് ലോഡഡ്, ഇപ്പോൾ ഒരു സോയിൽ മാസ് നമ്മൾ എന്തെങ്കിലും ലോഡ് അപ്ലൈ ചെയ്യണം. ഈ സോയിൽ മാസ് എന്ത് ചെയ്യും? അതിൻ്റെ ആ സോയിൽ മാസിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എല്ലാ പോയിൻറ്റിലും അതെന്താണ്? സ്ട്രെസ്ഡ് ആയിരിക്കും. എല്ലാ പോയിൻറ്റിലും സ്ട്രെസ് വരും. ദെയർഫോർ ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് ഒക്കേഴ്സ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. അപ്പോൾ വെൻ എ സോയിൽ മാസ് ഈസ് ലോഡഡ് ദ സോയിൽ ബിക്കം സ്ട്രെസ്ഡ് അറ്റ് ഓൾ പോയിൻറ്റ്. എല്ലാ പോയിൻറ്റിലും സ്ട്രെസ്ഡ് ആയിരിക്കും. ദെയർഫോർ ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ് ഒക്കേഴ്സ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ ത്രൂ സോയിൽ മാസ്. ആ സോയിലുണ്ടാകുന്ന ഷിയർ കാരണം ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്സും അതുപോലെ നോർമലി ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സും എന്തോന്നായിരിക്കും? ആ സോയിൽ മാസിലെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ കൂടെ ആയിരിക്കും എന്തോന്ന് ചെയ്യുന്നത്? ഇത് ഉണ്ടാവുന്നത് ഈ നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ. ഇനി ആ പ്ലെയിനിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ രണ്ട് പ്ലെയിൻസാണ് മെയിൻലി നമ്മൾ മേജറായിട്ട് പറയുന്നത്. ഒന്ന് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും ഒന്ന് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും. അപ്പോൾ ആദ്യം പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു 2D എന്തെങ്കിലും സ്ട്രക്ചറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ് 0 ആണെങ്കിൽ ആ പ്ലെയിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസിൽ ഷിയർ സ്ട്രെസ് എപ്പോഴാണോ 0 ആവുന്നത് ആ പ്ലെയിൻസിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് മെയിനായിട്ട് രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്. ഒന്ന് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും മറ്റേത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് പ്ലെയിൻ ഈസ് കൺസിഡേർഡ് ആസ് ഹൊറിസോണ്ടൽ. ഈ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടും അതുപോലെ തന്നെ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് കൺസിഡേർഡ് ആസ് വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും വേണം. ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് നമ്മൾ σ1 എന്നാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ σ3 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് മോർ സർക്കിൾ വരയ്ക്കാൻ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പറയുന്നത് മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും അതേപോലെ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും എപ്പോഴും എന്തോന്നായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും രണ്ടും.
അതുകൊണ്ട് ഒരു സോയിലിന് ഒരു എന്തോന്നായിരിക്കും ഫെയിലർ പ്ലെയിന് മാത്രം, വൺ ഫെയിലർ പ്ലെയിൻ ഫോർ എ സോയിൽ. അപ്പം വൺ ഫെയിലർ പ്ലെയിൻ ഫോർ എ സോയിൽ. രണ്ടും കൂടെ എന്തായിരിക്കും, മേജറും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് മാത്രം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഷിയർ സ്ട്രെങ്ത്. നമ്മൾ ഷിയർ സ്ട്രെങ്ത് എന്താണെന്ന് പഠിച്ചു, ഷിയർ സ്ട്രെസ്സ് പഠിച്ചു, പ്രിൻസിപ്പൽ പ്ലെയിൻസ് പഠിച്ചു, മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ഈ ഷിയർ സ്ട്രെങ്ത് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അതാണല്ലോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന്. അപ്പോൾ അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2-3 തിയറീസ് പറയുന്നത്. ആദ്യം മോർ തിയറി എന്ന് പറയുന്നൊരു തിയറിയാണ് വന്നിട്ടുള്ളത്. അതിനെ മോഡിഫൈ ചെയ്തിട്ട് കൂളം എന്ന് പറയുന്ന ഒരാൾ അതിനെ മോഡിഫൈ ചെയ്തിട്ട് മോർ കൂളം തിയറി എന്നും, അതിനെ പിന്നെ ടേഴ്സാഗി എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, ടേഴ്സാഗി വന്നിട്ട് അതിനെ പിന്നെ മോഡിഫൈ ചെയ്തിട്ട് റിവേഴ്സ്ഡ് മോർ കൂളം തിയറി എന്ന് പറഞ്ഞ് ഫൈനലി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 തിയറി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നോർമലി നമ്മൾ ഫസ്റ്റ് മോർ ഫെയിലർ തിയറി അല്ലെങ്കിൽ മോർ ഫെയിലർ ക്രൈറ്റീരിയ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ മോർ ഫെയിലർ ക്രൈറ്റീരിയ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഷിയർ ഫെയിലർ സോയിലിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്സ് കാരണമാണ്. ഈ ഷിയർ സ്ട്രെസ്സ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നോർമൽ സ്ട്രെസ്സായ സിഗ്മ, നോർമൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ. അപ്പം ഒരു ഷിയർ ഫെയിലർ ഉണ്ടാകുന്ന കാര്യം ഷിയർ സ്ട്രെസ്സാണ്. ഈ ഷിയർ സ്ട്രെസ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, നോർമൽ സ്ട്രെസ്സായ സിഗ്മ ഡിപ്പെൻഡ് ചെയ്യും ഏത് ഫെയിലർ പ്ലെയിനിലുള്ള. പക്ഷേ ആക്ച്വലി നമ്മൾ പറയുന്ന എപ്പോഴും ഒരു ഷിയർ ഫെയിലർ ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് അവിടുത്തെ നോർമലും ഷിയർ സ്ട്രെസ്സും രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് എന്തോന്ന് പറയുന്നത്, അവിടുത്തെ ഷിയർ ഫെയിലർ ഉണ്ടാവാണ് കാരണം നോർമലും ഷിയർ സ്ട്രെസ്. പക്ഷേ മോർ ഫെയിലർ ക്രൈറ്റീരിയ വെച്ച് മെയിൻലി ഷിയർ സ്ട്രെസ് അറ്റ് ഫെയിലർ ഡിപ്പെൻഡ്സ് ദി നോർമൽ സ്ട്രെസ് സിഗ്മ ഓൺ ദ ഫെയിലർ പ്ലെയിൻ. ഫെയിലർ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ്സായ സിഗ്മയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷിയർ സ്ട്രെസ് ഈസ് യുണീക്ക് ഫങ്ഷൻ ഓഫ് നോർമൽ സ്ട്രെസ്. ഇതിൽ മോർ ഫെയിലർ ക്രൈറ്റീരിയ, മോർ ഫെയിലർ തിയറി അല്ലെങ്കിൽ മോർ തിയറി എന്ത് വേണമെങ്കിലും പറയാം. അതിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഏതിൻ്റെ മാത്രം ഫങ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഇവിടെ നോർമൽ സ്ട്രെസ്സിൻ്റെ മാത്രം ഫങ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം എഫ് എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഫങ്ഷൻ ഈക്വൽ ടു ഏതിൻ്റെ ഫങ്ഷനായിട്ട് എടുത്തിരിക്കുന്നത്, നോർമൽ സ്ട്രെസ്സിൻ്റെ ഫങ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം സിൻസ് ദ ഷിയർ സ്ട്രെസ് അറ്റ് ഫെയിലർ ക്യാൻ ബി കോൾഡ് എന്തോന്നായിട്ട് നമുക്ക് പറയാം, ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. അതുകൊണ്ട് ഈ ഫെയിലറിലുള്ള ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, അവിടുത്തെ സോയിലിലെ ഷിയർ സ്ട്രെങ്ത് ആയിട്ട് പറയാം. ഫെയിലർ വരെ എന്ത് ചെയ്യും, സോയിൽ മാക്സിമം അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയും സ്ട്രെങ്ത് സോയിലിനുണ്ടെന്ന് നമുക്ക് പറയാം ആ ഫെയിലർ വരെയുള്ള ഇതിനെ. അപ്പം നമുക്ക് എസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് സിഗ്മ എന്ന് പറഞ്ഞിട്ട് മോർ ഫെയിലർ ഇതിനെ ബേസ് ചെയ്ത്, ഈ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമ്മൾ മോർ ഫെയിലർ എൻവലപ്പ് വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ എന്തോന്നാണ് ഫെയിലറിൻ്റെ കാരണമായ ഷിയർ സ്ട്രെസ്സുമാണ് വരച്ചിരിക്കുന്നത്. രണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഫെയിൽ സംഭവിക്കുക. അതുവരെ ചെയ്യും, ഈ ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഇൻക്രീസ് ചെയ്യും, നമ്മൾ നോർമൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളത്, ആ സോയിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്ത് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് മോർ കൂളം തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബൈ മോർ കൂളം തിയറിയിൽ പറയുന്ന മറ്റേതിലൊരു ഫങ്ഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ആണെങ്കിൽ, മോർ കൂളം തിയറിയിൽ ഇത് മെയിൻലി പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ അല്ല, ഈ ഫെയിലർ മെയിൻലി ക്രിറ്റിക്കൽ കോമ്പിനേഷൻ ഏതിൻ്റെ ഫെയിലർ ഒക്കർ ബൈ ദി ക്രിറ്റിക്കൽ കോമ്പിനേഷൻ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോർ കൂളം തിയറി വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഷിയർ ഇക്വേഷനൊക്കെ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജിയോ ടെക്നിക്കലും സോയിൽ മെക്കാനിക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് എന്തോന്ന് പറയുന്നത്, ഈ ഷിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ മോർ കൂളം തിയറിയിൽ ഈ ഷിയർ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കോഹിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ C ആയിട്ടാണ്. ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ദെൻ നോർമൽ സ്ട്രെസ് ഓൺ സോയിലായ സിഗ്മ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പം ഈ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്ന
ആ സോയിലുള്ള ടോട്ടൽ സ്ട്രെസ്സായിട്ടാണ് എന്തോന്ന് എടുക്കുന്നത്, മോർ കൂളം തിയറിയിൽ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം റിവേഴ്സ്ഡ് മോർ കൂളം തിയറിയിൽ വന്നിട്ട് ഈ ടോട്ടൽ സ്ട്രെസ്സും ഫുൾട്ടായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിൽ പറയുന്ന നോർമൽ സ്ട്രെസ് ഓൺ സോയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോയിൽ സ്ട്രെങ്ത് നോർമലി ഇൻക്രീസ് ചെയ്യും. കാര്യം എന്താണ്, ഈ നോർമൽസ് ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്ട്രെങ്ത് സോയിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ ഫെയിൽ സംഭവിക്കും. ആ ഒരു പ്ലെയിനിൽ ഫെയിലർ സംഭവിക്കും. ആ ഒറ്റ പ്ലെയിനിൽ മേജറും മൈനറും പ്രിൻസിപ്പളായിട്ടുള്ള പ്ലെയിനിൽ വന്നിട്ട് ഫെയിലർ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് ഒന്നും കാണാത്ത എത്ര ഷിയർ കൊടുത്തില്ലെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് ചിലപ്പോൾ 0 ആയിരിക്കും. എന്നാലും അവിടെ എന്തോ ഫെയിലർ സംഭവിക്കും. അതിന് വരച്ച് ഈ മോർ കൂളം തിയറി വെച്ചിട്ട് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു എൻവലപ്പ് ഫെയിലർ എൻവലപ്പ് വരച്ചിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ മോർ അല്ലെങ്കിൽ മോർ കൂളം തിയറി വെച്ചിട്ടുള്ള ഫെയിലർ എൻവലപ്പ് ബേസ്ഡ് ഓൺ മോർ കൂളം തിയറിയാണ്. അതെന്തോന്നാണ്, ഇൻഡിക്കേറ്റ്സ് ഷിയർ സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ടു നോർമൽ സ്ട്രെസ്. ഇപ്പം നോർമൽ സ്ട്രെസ് വന്നിട്ട് എക്സ് ആക്സിസ്, അതായത് സിഗ്മ വന്നിട്ട് എക്സ് ആക്സിസിലും ഷിയർ സ്ട്രെങ്ത് ക്യാപിറ്റൽ എസ് വന്നിട്ട് വൈ ആക്സിസിലാണ്. ഒരു പർട്ടിക്കുലർ വെർട്ടിക്കൽ ഹൈറ്റ് വരെ എന്തോന്ന് ആ കൊഹിഷൻ പോയിന്റ് ഉണ്ട്. അത് തൊട്ടിട്ടാണ് എന്തോന്ന് ചെയ്യുന്നത്, അതുവരെ ഒരു അങ്ങനെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നില്ല, ഒരു സ്ലോപ്പ് ഇൻക്രീസ് വരുന്നില്ല. അതുവരെ ഗ്രാജുവലി അങ്ങ് പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യും, രണ്ടും മ്യൂച്വലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻക്രീസ് ചെയ്യുന്ന തൊട്ടുള്ള ആംഗിളിനെയാണ് ഫൈ എന്ന് പറഞ്ഞ് വിടുന്നത്. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് വരെയുള്ളത് എത്രയാണ് കൊഹിഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ പ്രോബ്ലത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഗ്രാഫാണ്. അടുത്തതെന്ന് പറയുന്നത് റിവേഴ്സ്ഡ് മോർ കൂളം തിയറി ടേഴ്സായി. അപ്പോൾ ആദ്യത്തേത് മോറിൽ പറയുന്നത് നോർമൽ സ്ട്രെസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. രണ്ടാമത് മോർ കൂളത്തിൽ പറയുന്നത് നോർമൽ സ്ട്രെസ്സിനെയും അവിടുത്തെ എന്തോതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് നോർമൽ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷിയർ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ നോർമൽ സ്ട്രെസ് എന്ന് വെച്ചാൽ അവിടെ മോർ കൂളത്തിൽ എന്തിൻ്റെ ഇതാണ്, ടോട്ടൽ സ്ട്രെസ്സാണ്. ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടലായിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ പക്ഷേ റിവേഴ്സ്ഡ് വരുമ്പോൾ ഇപ്പം മോറിൽ വരുമ്പോൾ നോർമലിനെ മാത്രമേ പറയുന്നു. മോർ കൂളം വരുമ്പം നോർമലും ഷിയറും പറയുന്നത്. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ്. റിവേഴ്സ്ഡ് മോർ കൂളം തിയറി എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ സ്ട്രെസ് അല്ല അവിടെ നോർമൽ സ്ട്രെസ് ആയിട്ട് ഒള്ളി എന്തോന്ന് മാത്രം എടുക്കുക, എഫക്റ്റീവ് സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് എന്ന കൺസെപ്റ്റ് എടുത്ത് മാറ്റിയിട്ട് എഫക്റ്റീവ് സ്ട്രെസ് മാത്രമേ എടുക്കത്തുള്ളൂ. എഫക്റ്റീവ് സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ ടോട്ടൽ സ്ട്രെസ് ചെയ്യുന്നത് നമ്മൾ മോഡ്യൂൾ 3 പറയുന്നുണ്ട്. ടോട്ടൽ സ്ട്രെസ് ചെയ്യുന്നു പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ പോർ വാട്ടറിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ പോർ വാട്ടർ സ്ട്രെസ് ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ അതും അവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തോന്ന് എഫക്റ്റീവ് സ്ട്രെസ്. പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ പോർ വാട്ടർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഈ സോയിലിൻ്റെ ഇടയിലുള്ള പോഴ്സിൻ്റെ അകത്ത് വാട്ടർ കാരണം ഉണ്ടാകുക അല്ലെങ്കിൽ വാട്ടർ കാരണം ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെസ്സാണ് എഫക്റ്റീവ് സ്ട്രെസ്. എഫക്റ്റീവ് എന്ന് പറയുമ്പം എന്തെങ്കിലും മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പം അതാണ് എന്തോന്ന് മെയിനായിട്ട് റിവേഴ്സ്ഡ് മോർ കൂളം തിയറി വെച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഒന്നും കൂടെ വായിക്കുക. ഇത് ടെർസാഗിയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ടെർസാഗി എക്സ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് നോർമൽ സ്ട്രെസ് വിച്ച് കൺട്രോൾ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ ആർ ഡ്യൂ ടു എഫക്റ്റീവ് സ്ട്രെസ്സസ് ആൻഡ് നോട്ട് ഡ്യൂ ടു ടോട്ടൽ സ്ട്രെസ്സസ്. അത് വെച്ചിട്ടൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ സി ഒക്കെ നേരത്തെ കൊഹിഷനാണ്, ഇവിടെ എഫക്റ്റീവ് കൊഹിഷനും ഫൈ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമാണ്. 5 ഉണ്ട്, അത് കൊടുത്തിട്ടില്ല, ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഷിയർ ഇക്വേഷൻ പറഞ്ഞല്ലോ. ഷിയർ ഇക്വേഷനിൽ ഓരോന്നിൻ്റെ യൂണിറ്റാണ്. കൊഹിഷൻ എപ്പോഴും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് എഴുതുന്നത്. നമ്മൾ നോർമൽ സ്ട്രെസ് എപ്പോഴും നോർമൽ സ്ട്രെസ് ആയിക്കോട്ടെ എഫക്റ്റീവ് സ്ട്രെസ് ആയി കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് എഴുതുന്നത്. ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഡിഗ്രീസിലാണ് എഴുതുന്നത്. ഷിയർ സ്ട്രെങ്ത് ആണ് എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് മോർ സർക്കിൾ ഓഫ് സ്ട്രെസ്സസ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ആക്ച്വലി മോർ സർക്കിൾ എന്താണെന്ന് പഠിച്ചിട്ട് വേണം ഇത്രയിലോട്ട് പോകാൻ. പക്ഷേ നമ്മൾ ഇത്രയും നോക്കിയതിന് ശേഷം നമ്മൾ എപ്പോഴും കേട്ടൊരു സാധനമാണ് മോർ. ഈ മോർ എന്ന് പറഞ്ഞാൽ മോർ സർക്കിൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മോർ കൂളം തിയറി ഷിയർ ഫെയിലർ ഒക്കേഴ്സ് വെൻ ഫെയിലർ എൻവലപ്പ് ഗെറ്റ് ടാൻജൻഷ്യൽ ടു മോർ സർക്കിൾ ഓഫ് സോയിൽ. എപ്പോഴാണോ നമ്മളെ
എന്തുവാണ് ഷിയർ ഫെയിലർ എപ്പോഴും ഉണ്ടാക്കുന്നത് വെച്ചാൽ ഫെയിലർ എൻവലപ്പ് ഉണ്ടല്ലോ, ഫെയിൽ ചെയ്ത് പോകുന്ന ആ ഒരു ഫിഗർ ഡയഗ്രാം ഉണ്ടല്ലോ, ആ ഡയഗ്രാം വന്നിട്ട് ഈ മോർ സർക്കിൾ വരയ്ക്കുമ്പം അതിന് ടാൻജൻഷ്യലായിട്ട് പോകുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അവിടെ എന്തോ സംഭവിക്കുന്നത്, ഷിയർ ഫെയിലർ ഉണ്ടാകുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഫെയിലർ എൻവലപ്പ് ഇൻഡിക്കേറ്റ്സ് ഷിയർ സ്ട്രെങ്ത് ഓൺ സോയിൽ ആൻഡ് മോർ സർക്കിൾ ഇൻഡിക്കേറ്റ് ഷിയർ സ്ട്രെസ് ഓൺ സോയിൽ. അപ്പോൾ ഈ ഫെയിലർ ഇൻവലപ്പായ ആ ഒരു സ്ലോപ്പിംഗ് ലൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, നമ്മളെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്തിനെ. മോർ സർക്കിൾ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, സോയിലിൻ്റെ എത്ര ഷിയർ സ്ട്രെസ്സ് സോയിലിൽ കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ ഷിയർ സ്ട്രെസ്സ് പുറത്തു നിന്ന് എത്ര വരുന്നെന്ന് ആ സോയിലാണ് ആ സർക്കിൾ, അതിന് കറസ്പോണ്ടിങ് ചെയ്ത് സോയിൽ എത്ര സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ എൻവലപ്പ് എന്ന് പറഞ്ഞ ലൈൻ, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ലൈൻ ഈ സർക്കിളിനെ ആ എൻവലപ്പ് ലൈൻ സർക്കിളിനെ ടാൻജൻഷ്യലി എവിടെ മീറ്റ് ചെയ്യും അവിടെയാണ് ഫെയിലർ ഉണ്ടാകുന്നത്. അത് ജസ്റ്റ് ഫിഗറിൽ കൊടുത്തിട്ട്, പക്ഷേ ഫിഗറിൽ എററുണ്ട്, നോക്കിയാൽ മതി. ആ സർക്കിൾ തുടങ്ങുന്ന പോയിന്റ് σ3, അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് σ3. അത് വന്ന് എൻഡ് ചെയ്യുന്നത് σ1, അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സ്. അതിൻ്റെയൊക്കെ പ്രോബ്ലം പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അടുത്ത് മോർ സർക്കിൾ കുറച്ചും കൂടെ എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ എന്താണോ, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ആ പ്ലെയിനിൽ സ്ട്രെസ്സസ് ഉണ്ടാകുന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് ഏതിൽ കൂടെ, അപ്പം എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ സ്ട്രെസ്സസ് ഇൻ എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് അക്കോർഡിംഗ് ടു ദർ ഇൻക്ലിനേഷൻ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസുമായിട്ടുള്ള ഇൻക്ലിനേഷൻ വെച്ചിട്ട് പോയിൻറ്റ്സൊക്കെ ഈ പോയിൻറ്റ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു ആ സ്ട്രെസ് ഉണ്ടാവുന്ന ബേസ് ചെയ്തിട്ട്. σ1 ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, σ3 കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 ഇക്വേഷൻ, നോർമൽ സ്ട്രെസ് ആയ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സ്ട്രെസ് എന്നത് സിഗ്മയും ഷിയർ സ്ട്രെസ് ടോയും. നോർമൽ സ്ട്രെസ് സിഗ്മ equal to σ1 plus σ3 divided by 2 plus σ1 minus σ3 divided by 2 cos 2 theta. Shear stress tau equal to σ1 minus σ3 divided by 2 sin 2 theta. ഇതാണ് ബേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അത് പ്രോബ്ലം നോക്കുമ്പോൾ പറഞ്ഞു തരാം. താങ്ക് യു.